കാമാക്കിയ നാരായണ എന്ന് പറഞ്ഞ ഒരുത്തൻ ക്യാമറയെ നോക്കി ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കുക. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഇറങ്ങിയിരിക്കുന്നത്. അവൻ ആദ്യം ഒരു പടം ചെയ്തായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ടതാണ്, കേരള സ്റ്റോറി. ഇപ്പോൾ രണ്ടാമതും വരുന്നുണ്ട്, കേരള സ്റ്റോറി 2. ഇത് എന്ത് ഇവനൊക്കെ എടാ, ഇവനൊക്കെ കേരളം കണ്ടിട്ടുണ്ടാ? കേരളം കണ്ടു നോക്ക് സുഹൃത്തെ. കേരളത്തിൽ വന്ന് ജീവിക്ക്. ഇന്ത്യയിൽ ഇത്രയും മതസൗഹാർദ്ദമുള്ള, ഇത്രയും എല്ലാ മതക്കാരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സംസ്ഥാനം കേരളം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടാ? എന്നിട്ട് ഞങ്ങൾ മലയാളികളെ അപകീർത്തിപ്പെടുത്താനായിട്ട്, നാണം കെടുത്താനായിട്ട് ഇതൊക്കെ എന്ത് തോന്നിയവാസമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്? ഒരു ക്യാമറയും കുറേ ആളുകളുമായിട്ട് ഇറങ്ങിക്കൊള്ളും സിനിമ ഉണ്ടാക്കാൻ. എന്നിട്ട് കേരള സ്റ്റോറി. ഇവനെയൊക്കെ എന്താ പറയണ്ടേ? എന്നിട്ട് ആദ്യം ഒരു പടം ഇറക്കി നമ്മളെല്ലാവരും കണ്ടാണോ സിനിമ? അതെന്ത് കോപ്രായം കാണിച്ചു പിടിക്കുന്നത്, എന്ത് കോപ്രായം! എടാ, എവിടെയോ 1-2 പെണ്ണുങ്ങൾ ഇതുപോലെ എവിടെയോ താലിബാനിലോ ISSലൊക്കെ പോയിന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണോടാ? അതും പോട്ടെ. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്നറിയോ? കേരളത്തിലെ സ്റ്റോറി 2018 പ്രളയം വന്നപ്പോൾ ജീവൻ പണയം വെച്ച് സ്വന്തം സഹോദരങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിച്ച സ്റ്റോറിയാണ് ഞങ്ങളുടേത്. അല്ല നീയൊക്കെ ഒരു ക്യാമറയെ നോക്കി എന്താ കോപ്രായം എഴുതി വെച്ചിട്ട്. പിന്നെ ബീഫ് കിട്ടുന്നതേ ഇവിടെ മറ്റേ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ ഹിന്ദുക്കളുടെ ഹോട്ടലിൽ കിട്ടും ബീഫ്. വന്ന് കഴിക്കുന്നല്ല, ഒരു പ്രാവശ്യം കഴിച്ചാൽ നീയൊക്കെ ഇഷ്ടം പോലെ മേടിച്ച് കഴിക്കും. അല്ല, പാത്തും പതുങ്ങി ഒളിഞ്ഞും പറഞ്ഞൊക്കെ നീയൊക്കെ കഴിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അത് വേറെ, അത് പോട്ടെ. കാമാക്കിയ നാരായണൻ എന്താ പറയുന്നത്, എന്ത് ഡയലോഗ് എന്നിട്ട് പുള്ളി പറയുന്നത്? ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. പിന്നെ അത് എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു കാര്യം പിന്നെ വാർത്തകളിൽ കേട്ടിട്ടുണ്ട്. വാർത്തകളിൽ അങ്ങനെ പലതും കേൾക്കും. കാരണം ഇത് മാത്രം തിരയുന്നവന് ഇതൊക്കെ കാണുള്ളൂ. നമ്മൾ മലയാളികൾക്ക് ബീഫ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അത് സത്യമാണ്. അത് ഞങ്ങളുടെ ആഹാരമാണ്, ഞങ്ങളുടെ ഭക്ഷണമാണത്. അതിനകത്ത് ജാതി മതമൊന്നും ഇല്ല. അർത്തിങ്കപ്പള്ളിയിൽ നിന്ന് മാലയിട്ടിട്ട് വാവര തൊഴുത് അയ്യപ്പനെ കാണാൻ പോകുന്നവരാടാ മലയാളികൾ. മനസ്സിലായോ? അങ്ങനെയുള്ള മലയാളികളുടെയൊക്കെ വെറുതെ വന്ന് സിനിമയാണ് കോപ്പാന്ന് പറഞ്ഞിട്ട് വന്ന് ഞങ്ങളെ തമ്മിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ മാനത്തെ, ഞങ്ങളുടെ സംസ്കാരത്തെ അപകീർത്തിപ്പെടുത്തി ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ നാണകെടുത്താൻ ശ്രമിക്കല്ലേ നാരായണ, വെറുതെ. എന്നിട്ട് ഒരു ഭയങ്കര സത്യങ്ങളാണ് സിനിമയിലൂടെ വിളിച്ച് പറയുന്നത്, ഭയങ്കര. ഇത് കേരള സ്റ്റോറി. എന്ത് കേരള സ്റ്റോറി? അതാ കൊറോണ വന്നപ്പോൾ ഇവിടെ ജാതിയില്ല മതമില്ല. അന്ന് ഈ പറയുന്ന അമ്പലങ്ങളും പള്ളികളും എല്ലാം ഓടി ഒളിച്ച്, ഈ പറയുന്ന ദൈവങ്ങളും ദൈവത്തിൻ്റെ ദാസന്മാരും ഒക്കെ ഓടി ഒളിച്ച്. അന്ന് ജാതി മത ഭേദമന്യേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പോലും ചോദിക്കാതെ, ആരാണെന്ന് പോലും ചോദിക്കാതെ, അഡ്രസ്സ് പോലും ചോദിക്കാതെ സഹായങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുത്ത പാരമ്പര്യമാണ് ഞങ്ങൾ മലയാളികൾക്കുള്ളത്. മനസ്സിലായോ? എന്നിട്ട് ഒരു ക്യാമറയെ തൂക്കി പിടിച്ച് ഒരു സിനിമ കാണിച്ച് എന്ത് കോപ്രായം ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാവുന്ന? കേരളത്തിൽ വന്ന് ജീവിച്ചവർക്കറിയാം കേരളം എന്താണെന്ന്, മലയാളികൾ എന്താണെന്ന്, ഞങ്ങളുടെ സംസ്കാരം എന്താണെന്ന്. ഞങ്ങൾ മലയാളികളാണ്, അത് ഞങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തുറന്ന് ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയും. കാരണം ഇന്ത്യയിൽ ഇത്രയും നല്ല സംസ്കാരമുള്ള, ഇത്രയും പ്രബുദ്ധരായിട്ടുള്ള എല്ലാവരും പറയും. പിന്നെ വിമർശനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പരസ്പരം ഞങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും, പഴിയാരും. എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഒരുത്തം വന്ന് വെച്ച് ചൊറിയണ്ട. മനസ്സിലായോ? അവൻ പറയുക കേരള സ്റ്റോറി. എന്ത് കേരള സ്റ്റോറി? കേരള സ്റ്റോറി 2. എടാ, ഒരു 100 സ്റ്റോറി ഉണ്ടാക്കാനുള്ള കഥ ഉണ്ടല്ലോ വടക്കേ ഇന്ത്യയിൽ. പോയി ചെയ്യ്. അവിടെ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ അല്ലേ മനുഷ്യനെയൊക്കെ തെരുവിട്ട് കൊല്ലുന്നതും കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്നതും. എന്താ അത് സ്റ്റോറിയാക്ക്? അതെന്താ സ്റ്റോറിയാക്കത്തത്? അത് ഒരു 1000 എപ്പിസോഡ് ഉണ്ടാക്കാൻ പറ്റും, നിനക്ക് 1000 പാർട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തിനാ കേരള സ്റ്റോറി എന്ന് പറയുന്നത്? കേരളത്തിൽ പിന്നെ ഇത്രയും വടക്കേ ഇന്ത്യക്കാർ അന്തസ്സായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ? അവരുടെ കുടുംബാംഗങ്ങളും ഒത്ത് എത്രയോ രൂപ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് വടക്കേ ഇന്ത്യയിലോട്ട് കൊണ്ടുപോകണം. വടക്കേ ഇന്ത്യക്കാരുടെ ഗൾഫല്ലടാ കേരളം, അതാദ്യം പറ. പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ മുസ്ലിങ്ങളെ ഇവിടുന്ന് താലിബാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും 3-4 പെണ്ണുങ്ങൾ ഇവിടുന്ന് പോയെന്ന് കരുതിയിട്ട് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല കേരളത്തിൽ. മനസ്സിലായ? ഇവിടുന്ന് ഗൾഫിലേക്കെന്നും പറഞ്ഞ് കാലാകാലങ്ങളായിട്ട് പോകുന്നവർ, കുടുംബം നോക്കാൻ പോകുന്നവർ, മുസ്ലിങ്ങൾ കൊണ്ടെത്തുന്ന പണമാണ് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത്. മുസ്ലിങ്ങൾ തുറന്നു കൊടുത്ത വാതിലിലൂടെ പോയവരാണ് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന് ഇന്ന് പെങ്ങളെ കെട്ടിച്ചതും കടം മാറ്റിയതും വീടിൻ്റെ കടബാധ്യതകൾ മാറ്റിയതും ചികിത്സാ സഹായം ചെയ്യുന്നതും എല്ലാം. ഗൾഫിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ പറയുന്ന അറബികൾ തുറന്നു കൊടുത്ത വാതിലിലൂടെ കയറിപ്പോയിട്ട് ജോലിയെടുത്തിട്ടാണ് കേരളത്തിലേക്ക് ഇത്രയും പണം ഒഴുകുന്നത്, ഇന്ത്യയിലേക്ക്. 1-2 ആളുകൾ എവിടെയോ ISS പോയെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയുന്നത് ശരിയല്ല. ആ സിനിമയിലൂടെ നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന എല്ലാം പോക്രിത്തരമാണ്. അത് മലയാളികളായ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റത്തില്ല, ഞങ്ങളത് സഹിക്കത്തില്ല. ഞങ്ങൾ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ച് തരത്തില്ല. കോടതിയിലുണ്ട്,
27-ാം തീയതി റിലീസാവുന്നല്ലേ പറഞ്ഞത്. ഒരു പട്ടിയും പോയി കാണത്തില്ല. തിയേറ്റർ വെറുതെ തിയേറ്ററിൽ ആ പടം ഓടിയേ ഉള്ളൂ. ഒരു പക്ഷേ മലയാളികൾ പോയി കാണത്തില്ല. ഇത് സത്യമുള്ള കാര്യമാണ്. മനസ്സിലായോ? നീയൊക്കെ ഒരു ക്യാമറ തൂക്കി പിടിച്ച് എന്തും കോപ്രായം കാണിക്കാവുന്ന. ബീഫ് തിന്നുന്നത് എവിടെയാണ് തെറ്റായിട്ടുള്ളത്? ബീഫ് തിന്നുന്നത് എവിടെയാണ് തെറ്റ്? ബീഫ് തിന്നുക എന്ന് പറയുന്നത് ഞങ്ങൾ മലയാളികളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. പൊറോട്ടയും ബീഫും ഒക്കെ വന്ന് കഴിച്ചു നോക്ക്. പിന്നെ നിങ്ങളും കഴിക്കും നല്ല ഭംഗിയായിട്ട്. എത്ര പേര് കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര പേര് ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ബീഫ് ഇഷ്ടം പോലെ തട്ടുകടയിലൊക്കെ കയറി നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഇവിടുന്നും അങ്ങോട്ട് പോയിട്ട് ജോലി ചെയ്തിട്ടുള്ളവർ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളവരൊക്കെ ബീഫ് മേടിച്ച് ഞാനും എൻ്റെ ഒപ്പം ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ പറയുമ്പോൾ നമ്മൾ വെറുതെ അപകീർത്തിപ്പെടുത്താനായിട്ട് സിനിമ പിടിക്കുന്നതെന്നോ അല്ലെങ്കിൽ കോപ്രായം കാണിക്കുന്നതെന്നോ പറയരുത്. ഇന്ത്യയിൽ ഏറ്റവും നല്ല സംസ്കാരമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അതായത് ജാതി മതം എല്ലാവരും മാനിച്ച് സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന ഒരൊറ്റ സംസ്ഥാനം കേരളമാണ്. വേറെ ഏതൊരു സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചതാ? വേറെ ഏതൊരു സംസ്ഥാനമുണ്ട്? ഒരു സംസ്ഥാനമില്ല കേരളം അല്ലാതെ. ഇത്രയും മതവിദ്വേഷമില്ലാതെ, ഇത്രയും പരസ്പരം മാനിച്ച്, ഇത്രയും ഏത് കാര്യം വന്നാലും ഒത്തൊരുമയോടെ നിന്ന് സഹകരിച്ച് വിദ്യാഭ്യാസവും വിവരവുമുള്ള ജനങ്ങൾ വേറെ ഏത് സംസ്ഥാനത്തുണ്ട്? ആ ജനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ഇനി മേലെ വന്നു പോരുത്. എന്നിട്ട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നതാണ്, അയാൾ പത്രത്തിൽ കണ്ട്, വാർത്തയിൽ കണ്ട്. ഈ വാർത്ത മാത്രമേ കാണുന്നുള്ളൂ. ഈ വാർത്ത മാത്രമേ. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊന്നും സിനിമ എന്താ ഇറക്കാത്തത്? അപ്പോൾ അതൊന്നും ഇറക്കാൻ പറ്റത്തില്ല. അതൊക്കെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അല്ലേ നാണം കെട്ടു പോലെ. അപ്പോൾ കോപ്രായങ്ങൾ കാണിക്കരുത്. ഒരു ക്യാമറയും കൊണ്ട് കുറച്ച് അപരാധം എഴുതി വെക്കാനായിട്ട് കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റർമാരുണ്ടെന്ന് കരുതിയിട്ട് എന്ത് കോപ്രായം കാണിക്കാമെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? കേരളം പോലത്തെ നല്ലൊരു നാടിനെ അപകീർത്തിപ്പെടുത്തരുത്. അത് തെറ്റാണ്. ഞങ്ങൾ അതിനെ എതിർക്കും. ഇപ്പം എന്നെക്കൊണ്ട് ഇത്രയും പറയാൻ സാധിച്ചെങ്കിൽ അത് ഞാനൊരു മലയാളി ആയതുകൊണ്ടും എനിക്ക് എൻ്റെ നാടിനെ അതിയായ സ്നേഹം എൻ്റെ നാടിനോടുള്ളതുകൊണ്ടും ഇവിടെ ജാതി മതം എന്ന് പറയുന്ന സാധനം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ തിരക്കണ്ട, അത് ഞങ്ങൾ തിരക്കിക്കോളാം. ഞങ്ങൾക്കറിയാതെ ഡീൽ ചെയ്യാം കേട്ടാ. ഓക്കെ.